ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോളാർ പാനൽ തന്നെ ബൈഫേഷ്യൽ പാനലാണ് വന്ന് പരിചയപ്പെടുന്നത്. അതായത് ബൈഫേഷ്യൽ എന്ന് ഉദ്ദേശിച്ചാൽ രണ്ട് സൈഡിലും പ്രൊഡക്ഷൻ വരുന്ന രീതിയിൽ നമുക്ക് സാധാരണ സോളാർ പാനലുകൾ എന്നാൽ ഫ്രണ്ടിൽ നിന്നും, അതായത് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നുമാണ് നമുക്ക് പ്രകാശം കിട്ടുന്നത്. ബാക്ക് സൈഡും പ്രകാശം വരുന്ന റിഫ്ലക്റ്റ് ചെയ്ത രീതിയിൽ നമുക്ക് പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള വാരിയുടെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അതായത് വേൾഡിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊന്നാണ് വാരിയുടെ പ്രൊഡക്ട്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 540 ആണ് പാനൽ നമ്മൾ വാങ്ങിക്കുന്നത്, പാനൽ നമ്മൾ എടുത്തിരിക്കുന്നത്, സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 2 ഗ്ലാസ് അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ സെല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ അറ്റത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പാനലുകൾ നമുക്ക് എണ്ണി അറിയാൻ പറ്റും. ഏകദേശം 2 മീറ്ററോളം നീളം വരുന്നുണ്ടാവും, അത്യാവശ്യം തന്നെ വരുന്നത് പാനലുകൾ. ഓരോ പാനലുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ സെല്ലുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ വരുന്ന 2 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നീളം ഇതിൻ്റെ വീതിയും നോക്കി അറിയാൻ പറ്റും. ടോട്ടൽ ഇതിൻ്റെ അകത്ത് പറയുന്നത് 144 സെല്ലാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് കണ്ടോ 2 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ഒരു ഷെയ്ഡ് നമുക്ക് ഏതെങ്കിലും ഒരു പാനലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അടിച്ചാൽ മൊത്തം എഫക്റ്റിനെ ബാധിക്കാറുണ്ട്. അതായത് നമ്മളിപ്പോൾ പാനൽ വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡ് ഷെയ്ഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയ്ഡ് ബാധകം മൊത്തമായിട്ട് നമ്മുടെ വോൾട്ടേജിനെ, ആംബിയറിനെ, ഔട്ട്പുട്ടിനെ ബാധിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ബൈഫേഷ്യൽ ആവുന്ന സമയത്തിൻ്റെ ഗുണം, അതുപോലെ തന്നെ മോണോപെർക്ക് ഹാഫ് കട്ടാണ് വരുന്നത്. മോണോപെർക്ക് ഹാഫ് കട്ട് വരുന്ന പാനലായതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ഷെയ്ഡ് ആയാൽ പോലും, അതായത് ഇപ്പോൾ ഈ 2 സെക്ഷൻ കണ്ടോ, ഈ 2 സെക്ഷനിൽ ഏതെങ്കിലും ഒരു സൈഡ് ആയാൽ പോലും നമുക്ക് വോൾട്ടേജിലാണെങ്കിലും കറണ്ടിലാണെങ്കിലും വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന വയേഴ്സാണ് വരുന്നത്. പ്ലസും മൈനസും ഔട്ട്പുട്ട് വരുന്ന വയേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ നോക്കി അറിയാൻ പറ്റും. സാധാരണ പാനലിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഷീറ്റാണ് വരാറ്. ഇത് കണ്ടോ, ബാക്ക് സൈഡ് നമുക്ക് പാനൽ തന്നെയായിട്ട് ഫീൽ ചെയ്യും. അതായത് ബാക്കിലും ഗ്ലാസ് തന്നെ ചെയ്തിരിക്കുന്നത്, ഫ്രണ്ടിലും ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ സൂര്യപ്രകാശം അടിക്കുന്നത് കൂടാതെ തന്നെ താഴെ നമ്മൾ എവിടെയാണോ നമ്മൾ വെക്കുന്ന പ്രതലം, അവിടെ നിന്നും സൂര്യപ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ഇതിലേക്ക് തന്നെ അടിക്കുന്ന സമയത്ത് വീണ്ടും ഏകദേശം ഒരു 20% 30% സാധാ നമ്മൾ വെക്കുന്ന സോളാർ പാനലിനെ അപേക്ഷിച്ചിട്ട്, അതായത് മോണോപെർക്ക് ഹാഫ് കട്ട് പാനൽ വെക്കുന്നതിനേക്കാൾ 20% 30% വീണ്ടും എഫിഷ്യൻസി കൂടുതലായിരിക്കും ഈ ബൈഫേഷ്യൽ ടൈപ്പ് നമ്മൾ സോളാർ പാനൽ വെക്കുന്ന സമയത്ത്. കണ്ടോ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൈയാണ് ജസ്റ്റ് കാണിച്ചത്. ഇതിലൂടെ നോക്കിയാൽ തന്നെ അപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 2 ഗ്ലാസ് കണ്ടോ. മറ്റ് സാധാ സോളാർ പാനലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് ഒറ്റ ഷീറ്റായിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് തന്നെയാണ്, ബാക്ക് സൈഡ് ഗ്ലാസ്, ഫ്രണ്ട് സൈഡ് ഗ്ലാസ്. 2 ലൈറ്റ് 2 സൈഡും അടിച്ചതിന് ശേഷം 2 സൈഡിൽ നിന്ന് കൂടുതൽ എഫക്റ്റീവ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ടൈമിൽ മാക്സിമം എഫിഷ്യൻസി നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ബൈഫേഷ്യൽ പാനൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈഫേഷ്യൽ പാനലാണ് ഇപ്പോഴത്തെ ഒരു മോഡലായിട്ടും ട്രെൻഡി ആയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണ പാനലിനെ അപേക്ഷിച്ചിട്ട് ഒരു 20% 30% നമുക്ക് ഇതിൽ നിന്നും കറണ്ടും വോൾട്ടേജും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒറ്റ പാനൽ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നില്ല, വിലയും കാര്യങ്ങളൊക്കെ അറിയണം, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഓരോ സെക്ഷനെ വെച്ചിട്ട് ഓരോ ഏരിയയിലും ഓരോ പാനലിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 11 സംതിങ്ങിനാണ് ഇപ്പോൾ നമ്മൾ പാനൽ ഓൾറെഡി എടുത്തിരിക്കുന്നത്. അപ്പോൾ വാരിയുടെ തന്നെ നമ്പർ 1 പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന ഇതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അറിയാം. ഇനി അതല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഈ പറയുന്ന ഇതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് വാങ്ങാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.